കാളിദാസൻ ഗുപ്ത സാമ്രാജ്യത്തിലെ അവരുടെ വിക്രമാദിത്യന്റെ സദസ്സിലെ നവരത്നങ്ങളിൽ ഒരാളായിട്ടാണ് അറിയപ്പെടുന്നത്. ഉജ്ജയിനിലെ ഗായിക, ആ സമൂഹത്തിലെ സ്ത്രീ സമൂഹം അത് പ്രതിനിധാനം ചെയ്യുന്നത് എല്ലാം സ്വന്തമായ വികാരങ്ങൾ പ്രകടിപ്പിക്കാനോ അതിന് യാതൊരു വില കൽപ്പിക്കാത്ത ഒരു സമൂഹത്തിൽ നിൽക്കുന്ന ഒരു കമ്മ്യൂണിറ്റി. ആ കമ്മ്യൂണിറ്റി പ്രതിനിധി എന്ന രീതിയിലാണ് ഉജ്ജയിനിലെ ഗായിക വരുന്നത്. ONV പറയുന്നത് ആ മേഘദൂത് എന്ന് പറയുന്ന ആ യക്ഷൻ കാളിദാസൻ തന്നെയാണെന്നാണ്. അവർക്ക് ഭരണകൂടം പത്മഭൂഷൺ, പത്മവിഭൂഷൺ, ഏറ്റവും ഉന്നതമായ ബഹുമതികൾ, ഭാരതരത്നം എന്നെല്ലാം പറഞ്ഞ് അവരെ ഒരു കൂട്ടിലടയ്ക്കാനാണ് ഭരണകൂടം പലപ്പോഴും ശ്രമിക്കുക. കാളിദാസന്റെ ലോകത്തിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒപ്പം വയലാറും ദേവരാജനുമുണ്ട്. ദുഷ്യന്തിന്റെയും ശകുന്തളയുടെയും പ്രണയലോകം, പാർവതിയുടെ എറോട്ടിക് ഭാവം, ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ അനുഭവിച്ചു. അത് വയലാറിൻ്റെയും ദേവരാജൻ്റെയും ഭാവനയിൽ എങ്ങനെയാണ് വിടർന്നത് നമ്മൾ കണ്ടു. ഈ എപ്പിസോഡിൽ നമ്മുടെ കഥാപാത്രം സാക്ഷാൽ കാളിദാസൻ തന്നെയാണ്. കാളിദാസനെ ഫിലോസഫിക്കലായി പ്ലേസ് ചെയ്യുകയാണ് വയലാർ. ONV ആകട്ടെ കാളിദാസനെ വീണ്ടെടുക്കാൻ ഒരു അന്വേഷണം നടത്തുകയാണ്. കാളിദാസനെ കുറിച്ച് പല അക്കാഡമിഷ്യൻസും ഒരുപാട് പഠിച്ച് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. പക്ഷേ വയലാറാണ് ഒരു പാട്ടിലൂടെ അതിനുള്ള ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം ഒരുക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഈ പാട്ടിലൂടെ പാട്ട് കേൾക്കുക. ഇത് 1969 ഇറങ്ങിയ കടൽപ്പാലം എന്ന ചിത്രത്തിലെ പാട്ടാണ്. KS സേതുമാധവനാണ് സംവിധാനം. KT മുഹമ്മദിന്റെ സ്ക്രിപ്റ്റാണ്. ഈ പാട്ടിന് ഒരു പ്രത്യേകതയുണ്ട്, ഒരു സവിശേഷതയുണ്ട്. ഈ പാട്ടിന് മാത്രമുള്ള സവിശേഷത. കൂവലിന്റെ ഈ എപ്പിസോഡിലൂടെ ഈ പാട്ട് കാണിക്കാൻ പറ്റിയത് ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. പ്രത്യേകത എന്താണെന്ന് ഞാൻ പറയാം. 1969 കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ ആദ്യമായി നൽകുന്നത്. ആദ്യത്തെ അവാർഡ് 1969 കൊടുക്കുന്നത്. അതിൽ 5 അവാർഡ് കരസ്ഥമാക്കിയത് ഈ ചിത്രമാണ്. ഏറ്റവും നല്ല അഭിനയത്തിനുള്ള അവാർഡ് സത്യൻ ഇതിൽ ഡബിൾ റോളാണ്, സത്യൻ അവാർഡ്. ഏറ്റവും നല്ല വരികൾ, പാട്ടെഴുത്ത് വയലാർ രാമവർമ്മ. ഏറ്റവും നല്ല സംഗീത സംവിധായകൻ ദേവരാജൻ. ഏറ്റവും നല്ല ഗായിക P. ലീല ഈ പാട്ടിന്. ഏറ്റവും നല്ല ഡയലോഗുകൾ, സംഭാഷണം KT മുഹമ്മദ്. യാദൃശ്ചികം എന്ന് പറയട്ടെ, ഈ പാട്ടിൽ ഈ 5 പേരുടെയും കോൺട്രിബ്യൂഷൻ നമുക്ക് ഒരുമിച്ച് ഈ പാട്ടിൽ കാണാം. ഇത് വയലാറിന്റെ വരികളാണ്, ദേവരാജന്റെ സംഗീതമാണ്, വീലിലെ പാടിയിരിക്കുന്നു, സത്യൻ ഇതിൽ അഭിനയിക്കുന്നുണ്ട്. യാദൃശ്ചികം എന്നോണം ഇതിൽ ഒരു സംഭാഷണത്തിന്റെ ശകലം കൂടിയുണ്ട്. അതുകൊണ്ട് എല്ലാം കൊണ്ടും വളരെ സവിശേഷമായ ഒരു പാട്ടാണ് ഈ പാട്ട്. അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് കാളിദാസനിലേക്ക് വരാം, പാട്ടിലേക്ക് വരാം. ഉജ്ജയിനിയിലെ ഗായിക, ഊർവശി എന്നൊരു മാളവിക, ശില്പികൾ തീർത്ത കാളിദാസന്റെ കൽപ്രതിമയിൽ മാലയിട്ടു. അങ്ങനെയാണ് പാട്ട് തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ കഥാപാത്രമായിട്ടുള്ളത് കാളിദാസനാണ്. കാളിദാസന്റെ കൽപ്രതിമയാണ്. മറ്റൊരു കഥാപാത്രം കൂടിയുണ്ട്, അത് ഉജ്ജയിനിയിലെ ഗായികയാണ്. നമുക്ക് കാളിദാസന്റെ കൽപ്രതിമ എന്നുള്ള സങ്കല്പത്തിലേക്ക് തന്നെ വരാം. കൽപ്രതിമ എന്നുകൊണ്ട് വയലാർ ഉദ്ദേശിക്കുന്നത് കാളിദാസൻ ഗുപ്ത സാമ്രാജ്യത്തിലെ അവരുടെ വിക്രമാദിത്യന്റെ സദസ്സിലെ നവരത്നങ്ങളിൽ ഒരാളായിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പോൾ പ്രഗത്ഭരായ ആൾക്കാരിൽ ഒരാൾ, നവരത്നങ്ങളിൽ ഒരാൾ. അപ്പോൾ ഒരു പട്ടം കൊടുക്കുകയാണ്, ഒരു ഭരണകൂടം, ഒരു രാജാവ് ഒരു പട്ടം കൊടുക്കുകയാണ് നവരത്നങ്ങളിൽ ഒരാളെന്ന രീതിയിൽ. അപ്പോൾ പട്ടം കൊടുക്കുക അവർ പുതിയ കാര്യമല്ല. അപ്പോൾ അത് കൊടുക്കുക വഴി ഈ പ്രതിഭാശാലികളെല്ലാം തങ്ങൾക്ക് വേണ്ടി തങ്ങളുടെ സാമ്രാജ്യത്തിന്റെ കീർത്തി പാടുവാനും തങ്ങളെ കുറിച്ച് പാടുവാനും വേണ്ടിയാണ് ആ കൊട്ടാരത്തിന്റെ ആളെന്ന രീതിയിലാണ് അവർ അദ്ദേഹത്തെ വിലയ്ക്ക് വാങ്ങാൻ നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കാളിദാസന്റെ കൽപ്രതിമ എന്ന് പറയുന്നത്. അത് സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് ആ കൽപ്രതിമ കൺതുറക്കുകയില്ല. അപ്പോഴാണ് ഉജ്ജയിനിയിലെ ഗായിക വരുന്നത്. ഉജ്ജയിനിലെ ഗായിക ഊർവശി എന്നൊരു മാളവിക. മാളവികയും ഊർവശിയും കാളിദാസന്റെ കഥാപാത്രങ്ങളാണ്, ആദ്യ കഥാപാത്രങ്ങളാണ്. മാളവികാഗ്നിമിത്രം എന്നുള്ള രചനയും വിക്രമോർവശീയം എന്നുള്ള 2 രചനകൾ, ഈ 2 രചനകളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിലെ കഥാപാത്രങ്ങളാണ് മാളവികയും ഊർവശിയും. മാളവിക പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ മാളവിക ഒരു രാജാവിൻ്റെ സദസ്സിലെ ഭാര്യയുടെ തോഴിയായിരുന്നു. അവർക്ക് രാജാവുമായുള്ള പ്രണയത്തിൻ്റെ ഇതിവൃത്തമാണ് മാളവിക അഗ്നിമിത്രത്തിലുള്ളത്. അപ്പോൾ
ഉജ്ജയിനിലെ ഗായിക, ആ സമൂഹത്തിലെ സ്ത്രീ സമൂഹം അത് പ്രതിനിധാനം ചെയ്യുന്നത് എല്ലാം സ്വന്തമായ വികാരങ്ങൾ പ്രകടിപ്പിക്കാനോ അതിന് യാതൊരു വിലവും കൽപ്പിക്കാത്ത ഒരു സമൂഹത്തിൽ നിൽക്കുന്ന ഒരു കമ്മ്യൂണിറ്റി. ആ കമ്മ്യൂണിറ്റി പ്രതിനിധി എന്ന രീതിയിലാണ് ഉജ്ജയിനിലെ ഗായിക വരുന്നത്. ഊർവശി എന്നൊരു മാളവിക എന്നുള്ള ആ കഥാപാത്രത്തെ അവർ സന്നിവേശിപ്പിച്ചിരിക്കുകയാണ്. അവർ കാളിദാസന്റെ കൽപ്രതിമയിൽ മാലയിട്ടു. ഞങ്ങളെക്കുറിച്ച് പാടാൻ കാളിദാസനെ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത് ആ പല്ലവിയിൽ. ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത സ്റ്റാൻസ ഒന്ന് കേൾക്കാം. ഈ സ്റ്റാൻസിലെല്ലാം പറയുന്നത് കാളിദാസന്റെ മറ്റു കഥാപാത്രങ്ങളെ കുറിച്ചാണ്. ഋതുദേവതയായി നൃത്തം വെച്ചു, മുനികന്യകയായി പൂജിച്ചു, ഹിമഗിരിപുത്രിയായി തപസ്സിരുന്നു. ഇത് മൂന്നും വീണ്ടും കാളിദാസന്റെ കഥാപാത്രങ്ങളാണ്. ഉർവശി ഉജ്ജയിനിലെ ഗായികയിലേക്ക് ആവാഹിച്ചെടുത്തിരിക്കുന്ന കഥാപാത്രങ്ങളാണിത്. അപ്പോൾ മുനികന്യകയായി പൂജിച്ചു എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, ശകുന്തളയാണ് ഉദ്ദേശിക്കുന്നത്. കാളിദാസന്റെ അഭിജ്ഞാന ശകുന്തള നാടകത്തിലെ കഥാപാത്രം. പിന്നീട് ശൈലപുത്രിയായി തപസ്സിരുന്നു എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വീണ്ടും ചർച്ച ചെയ്ത പാർവതിയുടെ കാര്യമാണ് പറയുന്നത്. ഋതു ദേവതയായി നൃത്തം വെച്ചു എന്നുള്ള ഋതുസംഹാരം എന്ന് പറയുന്ന ഒരു സീസണുകളെ കുറിച്ച് കാളിദാസൻ എഴുതിയിരിക്കുന്ന ഒരു കാവ്യമാണത് ഋതുസംഹാരം. അവിടെയും പ്രകൃതിയും കാളിദാസനെ എങ്ങനെ സ്വാധീനിച്ചു എന്നുള്ളതാണ്. മാത്രമല്ല മനുഷ്യനെ തന്നെ, പ്രകൃതിയുടെ ഓരോ ഭാവങ്ങളെ മനുഷ്യനിലേക്ക് ആവാഹിച്ചുകൊണ്ടാണ് കാളിദാസൻ രചിച്ചിരിക്കുന്നത്. അപ്പോൾ തന്റെ ചുറ്റും കാണുന്ന കാര്യങ്ങളോട് കണ്ണടയ്ക്കാൻ കാളിദാസന് സാധിക്കുന്നില്ല. കാളിദാസൻ പക്ഷെ കണ്ണടച്ചിരിക്കുന്നു, ഒന്നും പ്രതികരിക്കാതിരിക്കുന്നു. ആ കാളിദാസനെ കൊണ്ട് പ്രതികരിപ്പിക്കുകയാണ് ഈ ഉർവശി ഉജ്ജയിനിലെ ഗായിക ഈ കഥാപാത്രങ്ങളെ സന്നിവേശിപ്പിച്ചുകൊണ്ട് എന്നാണ് ഈ പല്ലവിയിൽ നിന്നും ഇതിൻ്റെ അടുത്ത സ്റ്റാൻസിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത്. അങ്ങനെയാണ് ഈ പാട്ട് നീങ്ങുന്നത്. ആ കൽപ്രതിമയെ പൂജിച്ചു, നൃത്തം ചെയ്തു, ഇതെല്ലാം ചെയ്ത് തപസ്സിരുന്നു, മാലയിട്ടു. അങ്ങനെ കൽപ്രതിമയ്ക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് അടുത്ത സ്റ്റാൻസിലേക്ക് കേൾക്കാം. അലിയും ശിലയുടെ കണ്ണു തുറന്നു, കലയും കാലവും കുമ്പിട്ടു, അവരുടെ മഞ്ജീര ശിഞ്ചിരത്തിൽ സൃഷ്ടിസ്ഥിതിയിലായ താളങ്ങൾ ഒതുങ്ങി നിന്നു. അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ രണ്ട് വരികളാണ് ഏറ്റവും മനോഹരമായ വാക്കുകൾ. അലിയും ശിലയുടെ കണ്ണു തുറന്നു, കലയും കാലവും കുമ്പിട്ടു. അങ്ങനെ അവരുടെ നിരന്തരമായ അവരുടെ ആരാധനയിലൂടെയും ആവശ്യപ്പെടലിന് മുമ്പിൽ കാളിദാസന്റെ കൽപ്രതിമയ്ക്ക് പിടിച്ചു നിൽക്കാനാവുന്നില്ല. കാളിദാസൻ കലയും കാലവും കാളിദാസന്റെ പ്രതിമയുടെ മുമ്പിൽ കുമ്പിടുകയാണ്. അലിയും ശിലയുടെ കണ്ണു തുറന്നു. കാളിദാസൻ ഒരു മനുഷ്യനായി വരികയാണ്, അവർക്ക് വേണ്ടി എഴുതുകയാണ്, അവരുടെ കഥകൾ എഴുതുകയാണ്. അങ്ങനെയാണ് ഈ രചനകളെല്ലാം ഉണ്ടായത് എന്നുള്ളതാണ് വയലാറിൻ്റെ ഭാഷ്യം. അപ്പോൾ പിന്നീട് നമുക്കറിയാം അതിമനോഹരമായ ഈ കഥാപാത്രങ്ങളെല്ലാം വെച്ചുള്ള കാളിദാസന്റെ കാവ്യങ്ങളും നാടകങ്ങളുമാണ് ഉണ്ടാകുന്നത്. ഇനി അവസാനത്തെ വരികളിലേക്ക് പോകാം. യുഗകൽപ്പനയുടെ കല്ലിന് പോലും യുവഗായികയുടെ മോഹങ്ങൾ എന്നുള്ളതാണ്. അതായത് യുഗകൽപ്പനയുടെ കല്ലിന് പോലും, ആ കല്ലിന് പോലും യുവഗായികയുടെ മോഹങ്ങളുണ്ട്. സാധാരണക്കാരൻ്റെ മോഹങ്ങൾ ആ പ്രതിഭയ്ക്കുമുണ്ട്. ആ മോഹങ്ങളുടെ ചിറകിലേറി ഈ കഥാപാത്രങ്ങളും കാളിദാസനുമെല്ലാം ഒരു പുനർജന്മത്തിൽ എന്നോണം പറന്നുയരുകയാണ്. അങ്ങനെയാണ് ഈ കവിത അവസാനിക്കുന്നത്. ഇത് വളരെ പൊളിറ്റിക്കലായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്തിരിക്കുന്നത് കാളിദാസനെ കുറിച്ച്. കാരണം ഇതിന് വളരെ കണ്ടംപററി ആയിട്ടുള്ളൊരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഞാൻ അതിനു മുമ്പ് മറ്റൊരു കാര്യത്തിലേക്ക് വരാം. ONVയെ കുറിച്ച്. ഇത് 1969 എഴുതിയിരിക്കുന്ന പാട്ടാണ്. ഈ പാട്ട് തന്നെയാണ് ONVയുടെ ഉജ്ജയിനി എന്ന കാവ്യ ആഖ്യായികയ്ക്ക് പ്രചോദനമായിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ONV ഈ
വയലാറിൻ്റെ ഈ പ്ലാറ്റ്ഫോമിൻ്റെ ചിറകിലേറി ONV കൂടുതൽ കാളിദാസനെ അന്വേഷിക്കുന്നതാണ് ഉജ്ജയിനിയിലെ കാവ്യാഖ്യായിക ഒരു ഇതിവൃത്തം എന്ന് പറയുന്നത്. അവിടെ മറ്റൊരു കൃതിയെ കുറിച്ചും ONV പറയുന്നത് മേഘദൂതം എന്ന് പറയുന്ന കാളിദാസന്റെ അവസാനത്തെ കാവ്യം എന്നുള്ളത്. അപ്പോൾ ONV ഇതിനെ ഈ കാളിദാസന്റെ ഈ മനുഷ്യ ഭാവം അന്വേഷിച്ചുകൊണ്ട് ഉജ്ജയിനിയിൽ ONV ഒരു അന്വേഷണത്തിന് പോകുന്നുണ്ട്. ഫിസിക്കലി ONV അത് ചെയ്തിട്ടുണ്ട്. കാളിദാസന്റെ കാൽപ്പാടുകളുള്ള സ്ഥലങ്ങളിലൊക്കെ ONV കാളിദാസന്റെ കാവ്യത്തെ മനസ്സിലാക്കാൻ ശ്രമിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ കാളിദാസന് ഇതുപോലെ ബോൾഡായിട്ട് കവിതകൾ എഴുതിയതിന്റെ ഭാഗമായിട്ടാണ് എന്നോണം കാളിദാസനെ നാട് കടത്തിയിട്ടുണ്ട് അവസാന കാലങ്ങളിൽ. ഹിമശൈലത്തിന്റെ താഴ്വരയിൽ നിന്നുകൊണ്ട് അവിടെ വെച്ചാണ് മേഘദൂതം എഴുതുന്നത്. അത് ഒരു യക്ഷന്റെ ഒരു കുറിപ്പായിട്ടാണ് മേഘദൂതം ദൂതായിട്ടാണ് വരുന്നതെങ്കിൽ പോലും ONV പറയുന്നത് ആ മേഘദൂത് എന്ന് പറയുന്ന ആ യക്ഷൻ കാളിദാസൻ തന്നെയാണെന്നാണ് ONV പറയുന്നത്. അങ്ങനെയാണ് മേഘദൂതത്തിൽ കാളിദാസനെ തന്നെ ONV ആ യക്ഷനായിട്ട് പറയുകയാണ്. അപ്പോൾ ONV ആ അന്വേഷണം കുറച്ചുകൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നു, റിസർച്ച് തലത്തിലേക്ക് കൊണ്ടുപോകുന്നു, ഒരു വലിയ കാവ്യാഖ്യായിക എഴുതിയിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ പാട്ട് തന്നെയാണ് അതിനുള്ള ഒരു പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് ഉറപ്പാണ്. ONVയുടെ ഉജ്ജയിനി ഒരു വലിയ കാവ്യാഖ്യായികയാണ്. അത് നമുക്ക് ഈ പ്ലാറ്റ്ഫോമിൽ മറ്റൊരു പ്ലാറ്റ്ഫോമിൽ എവിടെയെങ്കിലും നമുക്ക് ആസ്വദിക്കാവുന്നതാണ്. പക്ഷേ അതിന് മുമ്പ് തന്നെ ONV വെറും ഒരു ആത്മകഥം എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു കവിതയുണ്ട്, ചെറിയ കവിത. അതിൽ എന്തിൻ്റെ കവിയാണ് താങ്കൾ എന്ന ചോദ്യത്തിന് ഉത്തരം പറയാണ്. ആൾക്കാർ ചോദിക്കുന്നത് നിങ്ങൾ എന്തിൻ്റെ കവിയാണ്? പ്രണയ കവിയാണോ? നിങ്ങൾ ദുഃഖ കവിയാണോ? എന്തിൻ്റെ കവിയാണ് നിങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ ONV അതിനെ അന്വേഷിച്ച് മറുപടി പറയണം, ഞാൻ എന്തിൻ്റെ കവിയാണ്. ആ അന്വേഷണത്തിന്റെ ഭാഗമായി ONV ഈ കാളിദാസന്റെ ഈ ഭാഗത്ത് പോകുന്നു. ഈ മേഘദൂതിന്റെ ആ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായ ആ ചിന്തകളുടെ ഒരു നാമ്പ് ഇടുന്നുണ്ട്. ഈ ഉജ്ജയിനിക്കൊക്കെ മുമ്പുള്ള രചനയാണത്. അത് ഭംഗിയായി കവിതയായിട്ട് നമുക്ക് കേൾക്കാവുന്നതാണ്. അതിന്റെ ഒരു ഭാഗം കേൾക്കുക. മറ്റെന്തായാലും മർത്യനാവതേ കാര്യം. മർത്യത നഷ്ടപ്പെട്ടോർ മാണിക്യം കൈവിട്ടൊരു സർപ്പങ്ങളെപ്പോൽ പരിഭ്രാന്തരായുഴലുന്നു. ഗുപ്തകീർത്തിതൻ മണ്ണടിഞ്ഞ മന്ദിരമല്ലി ഉജ്ജയിനി തൻ നടക്കാവിൽ ഞാൻ തിരയുന്നു. ആടിമേഘത്തെ പ്രേമദൂതിനായി നിയോഗിക്കും ഏതോ യക്ഷനായി തീർന്ന കവിതൻ കാൽപ്പാടത്രേ. ഈ രണ്ട് ഈ ONVയുടെ അന്വേഷണവും വയലാറിന്റെ ഈ പാട്ടും ഇതെല്ലാം ഇന്നും വളരെ കോണ്ടംപററി ആയിട്ട് വളരെ റിലവൻസ് ഉള്ള ചില ചിന്തകളാണ്. കാരണം അന്നത്തെ നവരത്നം എന്ന് പറയുന്ന ഒരു പട്ടം പോലെ ഇന്നും ഒരുപാട് പട്ടങ്ങളുണ്ട്. പട്ടങ്ങൾ കൊടുക്കുന്നത് ഭരണകൂടം കൊടുക്കും, ഇന്നത്തെ കോർപ്പറേറ്റ് ലോകവും കൊടുക്കും. ഇപ്പോൾ ബ്രാൻഡ് അംബാസഡറായി നമ്മൾ ചില ആൾക്കാർക്ക് പട്ടം കൊടുക്കും, ചില പ്രതിഭകളെ എടുക്കുന്നു, ചില പ്രഗത്ഭരായ സമൂഹം വാർത്തെടുത്ത ചില പ്രഗത്ഭരുണ്ട്, അവരെ സ്വയം ഏറ്റെടുത്ത് അവരൊരു ബ്രാൻഡ് അംബാസഡർ ആക്കുന്നു. അല്ലെങ്കിൽ അവർക്ക് ഭരണകൂടം പത്മഭൂഷൺ, പത്മവിഭൂഷൺ, ഏറ്റവും ഉന്നതമായ ബഹുമതികൾ, ഭാരതരത്ന എന്നെല്ലാം പറഞ്ഞ് അവരെ ഒരു കൂട്ടിലടയ്ക്കാനാണ് ഭരണകൂടം പലപ്പോഴും ശ്രമിക്കുക, പ്രത്യേകിച്ച് കോർപ്പറേറ്റ് ലോകം ബ്രാൻഡ് അംബാസഡറൊക്കെ ആയിട്ട്. അതിൽ അവർ വീണുപോകുന്നു. അവർ സങ്കുചിതമായ ചില ചിന്തകളുടെ ഉള്ളിൽപ്പെടുന്നു. അവർ വിശാലമായ മനുഷ്യത്വത്തിൻ്റെ പ്രവാചകരായിട്ട് അവർ അതിന് പകരം അവർ ദേശസ്നേഹം തുടങ്ങിയ വളരെ ചുരുങ്ങിയ ഒരു ഇതിലേക്ക് ഭരണകൂടത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടി അവർ സംസാരിച്ചു തുടങ്ങുന്നു. അതാണ് നമ്മുടെ ഈ കണ്ടംപററി കാലത്ത് നമ്മൾ കാണുന്ന ഈ വക പട്ടങ്ങളുടെ പ്രശ്നം. അപ്പോൾ എങ്ങനെ നമ്മൾ ഇനി അവരെ മോചിപ്പിക്കുന്നുള്ളതാണ് അതിന് ഉത്തരമാണ് ഈ പാട്ട്. അവരുടെ കഥാപാത്രങ്ങൾ എങ്ങനെ അവരായി എന്നുള്ള കഥാപാത്രങ്ങളെ കുറിച്ച് അവരെ ഓർപ്പിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ അവരെ വീണ്ടെടുക്കേണ്ടത്. അവർക്കൊരു പുനർജന്മം അവരാഗ്രഹിക്കുന്നുണ്ട്, അത് നൽകേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ അവിടെയാണ് വയലാറിനെ പോലെയും ONVനെ പോലെയുള്ള കവികളുടെ പ്രാധാന്യം. അവരെ നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള ഓർമ്മപ്പെടുത്തലുകളാണ് നമുക്ക് ഈ പ്രതിഭാധനരായ ആൾക്കാർക്ക് വീണ്ടും വീണ്ടും കൊടുക്കേണ്ടിയിരിക്കുന്നത്. In 1973, Marlon Brando made headlines not just for his iconic performance in The Godfather, but for what happened on Hollywood's biggest night, the Academy Awards. Marlon Brando in The Godfather. When Brando won the Oscar for Best Actor, he did something no one saw coming. Instead of accepting the award, Brando sent Native American activist Sacheen Littlefeather to deliver a powerful message to the world. Hello, my name is Sacheen Littlefeather. I'm Apache and I'm president of the National Native American Affirmative Image Committee. I'm representing Marlon Brando this evening that he very regretfully cannot accept
this very generous award. And the reasons for this being are the treatment of American Indians today by the film industry. Brando's bold decision not only stunned Hollywood, but also sparked important conversations about representation and justice that are still relevant today. ഈ പാട്ടിന് ഒരു കോണ്ടംപററി, എൻ്റെ അഭിപ്രായത്തിൽ ഒരു കോണ്ടംപററി പൊളിറ്റിക്കൽ പ്രാധാന്യം. ഇതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് പറയാനുള്ള ഒരു സെൻറ്റൻസ് കൂടിയുണ്ട്. ഇല്ല ഇല്ല, മരിക്കില്ല, കാളിദാസൻ മരിക്കില്ല, ജീവിക്കുന്നു, വയലാറിലൂടെയും മോയിൻവിലൂടെയും മറ്റു വരാനിരിക്കുന്ന പല കവികളിലൂടെയും. ഇതാണ് കാളിദാസൻ്റെ ലോകം, കാളിദാസൻ്റെ ഫിലോസഫി, കാളിദാസൻ്റെ യാത്ര.